ഇനി അടുത്തതായിട്ട് ഞങ്ങള് രണ്ടുപേരും കൂടെ 5 പഴഞ്ചൊല്ല് പറയും. അതിനുള്ള ഉത്തരം സാറിന് പറയാം. എന്തുകൊണ്ട് ആ ഉത്തരം അങ്ങനെ എന്നുള്ളത് സാറിന് ഷോർട്ടാക്കി ഒന്ന് പറയുകയും ചെയ്യാം അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും. വേലിയിലിരുന്ന പാമ്പിനെടുത്ത് വേണ്ടാത്തെടുത്ത് വെച്ചു. തോളയിലിട്ടെന്ന് വെച്ചോ? ആ, കടിയും മേടിച്ചു. കടി വാങ്ങി. അങ്ങനെ അതായിരുന്നു. വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തോളയിലിട്ടു. വേറെ അസഭ്യം ഉണ്ടത്, അത് വേണ്ട. തോളയിലിട്ടു കടി മേടിച്ചു. അത് വെള്ളാപ്പള്ളി നടേശനെ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത്. കാരണം അദ്ദേഹം നല്ല ഒന്നാന്തരം ജനറൽ സെക്രട്ടറി എന്ന ഈഴവ സമുദായത്തിൻ്റെ അനിശ്ചയത്തിന് നേതായി പോയതാണ്. ഈ BJP-കാരുടെ അടുത്ത് കൂടി അദ്ദേഹത്തിന് ആരും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ദയനീയമായിപ്പോയി. ഇനി ചക്കിന് വെച്ചത് കൊക്കിന് കൊട്ടു. ചക്കിന് വെച്ചത് കൊക്കിന് കൊട്ടു. എനിക്ക് തോന്നുന്നത് നമ്മൾ രാജഗോപാൽ ആണോ? രാജേട്ടനെ പറ്റി. അത് ചക്കിന് വെച്ചു, അതായത് സ്പീക്കർ ഇലക്ഷനെ പുള്ളിയുടെ വോട്ട് ഉദ്ദേശിച്ചത് വിരുദ്ധമായി പോയി. അത് ചക്കിന് വെച്ച് കൊക്കിനിട്ടാ കൊണ്ടേ. രാജഗോപാലായിട്ട് വരും അത്. ഇനി സാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഇതിന്റെ ഉത്തരം. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവൂല. അത് കേരളത്തിൽ ആർക്കും അറിയത്തില്ല. അത് KM മാണിയാണെന്നുള്ള ഉറപ്പ്. മാണി 77 എന്ത് മന്ത്രി അന്ന് മുതൽ ബഡ്ജറ്റ് വിൽക്കുക. കൃഷിക്കാരന് ഇതുപോലെ ഉദ്ധരിച്ചൊരു മന്ത്രി ഉണ്ടായിട്ടില്ല. കാർഷിക മേഖലയെ തകർത്തവനാണ്. കൃത്രിമ റബ്ബറിൻ്റെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞ മാണിയുടെ മക്കളും ബന്ധുക്കളുമാണ്. അവിടെ കമ്പനിയാണ്. അതുകൊണ്ട് ഇതാണ് അവസാന ബഡ്ജറ്റ് അവതരിപ്പിച്ച. അപ്പോഴും 40 ഒരേക്കർ ഭൂമി ഉണ്ടായിരുന്ന റബ്ബർ കൃഷിക്കാരൻ്റെ ഭൂമിക്ക് ടാക്സ് 205 ഉയർത്തിയത് മാണിയാണ്. ഏറ്റവും വലിയ കൊള്ളക്കാരൻ, സംശയം വേണ്ട. അതുകൊണ്ട് ദൈവശിക്ഷ അദ്ദേഹത്തെ നോക്കിയിരിക്കുന്ന എൻ്റെ അഭിപ്രായം. അപ്പൊ അടുത്തത് കൊക്കിരിക്കും കുളം വറ്റി വറ്റി. ആ ഉമ്മൻചാണ്ടിക്കിട്ട് കൊടുത്ത ഉടയാ. അതെനിക്ക് മനസ്സിലായി. പാവം ഉമ്മൻചാണ്ടി ആയിപ്പോ ഇങ്ങനെ പാവം സങ്കടമാകട്ടോ. അതല്ലേ, കക്ഷത്തിൽ ഇരിക്കുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയില്ല. അത് വേണ്ടായിരുന്നു. പാവം ആ നികേഷ് കുമാറിട്ട് കൊടുത്തതാണ് അല്ലേ? നമ്മൾ 5 ചോദ്യങ്ങൾ ചോദിച്ചു. 5നും ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് സാറ് തന്നു. സാറിനൊരു അടിപൊളി കയ്യടി കൊടുക്കുക. ഈ കയ്യടി മാത്രമേ ഉള്ളോ?